ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ വിയറ്റ്നാമിലാണ് നിൽക്കുന്നത്. വിയറ്റ്നാമിലെ വിൻപേൾ സഫാരിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ ബേർഡ്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം. ബാക്കി ബൈ. അങ്ങനെ നമ്മുടെ ഫുക്കോക്കിലുള്ള ഡേ 3 നമ്മൾ വിൻപേൾ സഫാരി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ആ ഷോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ആനിമൽസിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇവർ പറയുന്ന അനുസരിച്ച് അത് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സഫാരിക്കാണ് പോയത്. അതിന് വേണ്ടിയിട്ട് ഇവരൊരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ളൊരു ബസ്സാണ്. ആ ബസ്സിലിരുന്നിട്ട് നമുക്ക് എല്ലാ വെറൈറ്റീസ് ഓഫ് ആനിമൽസിനെ കാണാൻ പറ്റും. അതും നല്ല റോഡ് സൈഡിൽ നമ്മുടെ അടുത്ത് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ബസ് ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഇവിടെ കാണുന്ന പോലത്തെ സൂയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഉണ്ട്. വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഇൻ ദ സെൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം സീബ്ര എടുക്കുകയാണെങ്കിൽ തന്നെ സീബ്രയിൽ തന്നെ ഒരു 10-20 സീബ്രാസ് നോക്കിക്കേ. ജിറാഫ് തന്നെ എത്ര ജിറാഫാണെന്ന് നമ്മുടെ ഇവിടെയൊക്കെ സൂയിലാണെങ്കിൽ 1-2 എണ്ണത്തെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഒത്തിരി ഒരു കൂട്ടം ഓഫ് ആനിമൽസിനെയും അതുപോലെ തന്നെ ജീവികളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുമേ. എന്നിട്ട് നമ്മൾ പിന്നെ ഇത് സഫാരിയൊക്കെ കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ജിറാഫിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയി. ആദ്യമേ തന്നെ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് ഇലകളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണം. എന്നിട്ട് വേണം നമ്മൾ ജിറാഫിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ജിറാഫിനൊക്കെ തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം ജിറാഫിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ജിറാഫിനെ അടുത്ത് കാണുന്നതും അതുപോലെ തന്നെ തീറ്റയൊക്കെ കൊടുക്കുന്നതൊക്കെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ മെനക്കെട്ട് ഇരുന്നിട്ട് ജിറാഫിന് തീറ്റയൊക്കെ കൊടുത്ത് നമ്മുടെ അടുത്ത് നിന്ന് തീറ്റയൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അവിടെ ജിറാഫിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ബഹളം തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫോട്ടോയും വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നിന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പോയത് ബേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി കളേഴ്സും വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ദൂരം നടക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് എക്സ്ട്രാ പൈസ ഒക്കെ കൊടുക്കണം. പക്ഷേ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ കയറിയിട്ട് നമ്മൾ ക്യാമലിനെ കണ്ടു. ഇതാണ് ക്യാമൽ. ഇത് കുറച്ച് വയസ്സായിട്ടുള്ള ക്യാമലാണെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ക്യാമലിനെയൊക്കെ കണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മങ്കീസ് എന്തൊക്കെയോ കുറേ ജീവികളൊക്കെ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇവർ കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. ഇതെന്ന് പറയുന്നത് യെല്ലോ ടെയിൽഡ് മങ്കിയാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി സ്പീഷീസാണ്. അതിനുശേഷം നമ്മൾ ഫ്ലാമിംഗോയിനെ കണ്ടു. കയറി ചെല്ലുന്നത് നമുക്ക് ഫ്ലാമിംഗോയിനെ കാണാം. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കാരണം ഞങ്ങൾ പിന്നീടാണ് ഇതിനെ കാണാൻ വേണ്ടി പോയത്. കറക്റ്റ് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഇതിന് ഫീഡ് ചെയ്യണ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളോടും കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രസമാണ് കേട്ടോ അതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് എലഫൻറ്റിനെ ഫീഡ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ 1 ഡേ ഫുള്ള് അവിടുത്തെ സഫാരിയിൽ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ഡേ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ.